എല്ലാരും ചോദിച്ചൊരു കാര്യം ചിന്നുന്റെ ലൈഫ് സ്റ്റോറി പറയുമെന്ന്. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഡാമേജ് ആണ്, പീസിനാണ്, ജോക്കർ ഇപ്പോ ഹീറോന്. നിങ്ങൾക്ക് ഇന്ന് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഞാൻ അതായത് സന്തോഷത്തിലുണ്ടെങ്കിൽ സന്തോഷത്തിൽ, ബേജാറിലുണ്ടെങ്കിൽ ബേജാറിൽ, എന്ത് വേണമെങ്കിലും എടുക്കാം. ചോദിക്കണേ, കല്യാണത്തിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്ര വയസ്സാണ് രണ്ടുപേർക്കും? അനക്ക് 18, ഏട്ടന് 21. അപ്പൊ ഇങ്ങനെ ഇപ്പൊ അല്ല 21 അങ്ങനല്ല, എനിക്ക് 19. അപ്പൊ അനക്ക് 19. അങ്ങനെ അടുത്തൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടി ജീവൻ ഒടുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പലരും ഇതിനോടകം സംഭവം അറിഞ്ഞു കാണും. ചിന്നു പപ്പു എന്ന പേരിൽ അറിയപ്പെടുന്ന രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇപ്പൊ നിലവിൽ ജീവൻ ഒടുക്കിയിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശിനിയാണ്. ആൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റും ഭയങ്കര ആക്റ്റീവ് ആണ്. 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് ആൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ. മെയിൻ ആയിട്ട് വേറിട്ട് നിൽക്കുന്ന കാസർഗോഡ് ശൈലിയിലുള്ള സംസാരമാണ് പുള്ളിക്കാരി എത്ര വലിയ ഫേമസ് ആക്കിയതും ഇത്രയും ഫോളോവേഴ്സിനെ പുള്ളിക്കാരിക്ക് നേടിക്കൊടുത്തതും. എന്തിന്? പുള്ളിക്കാരുടെ വേറിട്ട് നിൽക്കുന്ന കാസർഗോഡ് ശൈലി കാരണം ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരി പോലുള്ള വേദികളിൽ പോലും പുള്ളിക്കാരിക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയെന്നതാണ്. അത്രയും അടിപൊളിയാണ് കേട്ടോ ഈ പറഞ്ഞ ചിന്നു പാപ്പുവിന്റെ സംസാരം കേട്ടിരിക്കാൻ. ഞാൻ വേണമെങ്കിൽ ആൾ അറിയാത്തവർക്ക് വേണ്ടി ആളൊരു ഇൻസ്റ്റാഗ്രാം റീല് ഞാൻ ഇവിടെ പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. പുള്ളിക്കാരി അവസാനമായി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണത്. എന്തോ കാസർഗോഡ് ടൗണിൽ ചെന്ന് ചീര പോലൊരു സാധനം വാങ്ങിക്കുന്ന ഒരു വീഡിയോ ആണത്. നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കാസർഗോഡ് ടൗണിൽ ഫുള്ള് ബസ്സള ഹേ ഗൈസ്, അപ്പൊ ചൂറ് ബസല തിക്കത്തുണ്ട്. നിങ്ങളെ നാട്ടിൽ ഇനി എന്ത് പേര് പറയുമെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം. ബസല എന്ന് പറയും. ഇതിൽ ചിക്കൻ കറിയല്ലേ വെക്കുന്നത്, പക്ഷെ ഇന്ന് നമ്മൾ നോർമല് തേങ്ങ എല്ലാം അരച്ചിട്ട് ഒരു കറി വെച്ചെങ്ങണ്ടേ. അതായത് ഞാൻ എന്റെ വീട്ടിൽ വെക്കുന്ന കാര്യം പറയുന്നില്ല. കുറച്ച് ബഗിടപ്പയർ, തക്കാളി, നീരുള്ളി, ഒരു പച്ചമുളക്. ഇനി ബഗിടപ്പയർ എന്ന് പറയും പയറിന്. അതിന് വേഗം വെക്കുക. പിന്നെ ഇതിനുള്ള അരപ്പിന് തേങ്ങ എടുക്കുക. അതായത് എത്ര തേങ്ങ വേണോ അത്ര തേങ്ങ എടുക്കുക. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞപ്പൊടി, കൊത്തമ്പാരി പൊടി, ഗരം മസാല, പിന്നെ 4 മുളക്, 4-5 മുളകില്ലേ ചുട്ടിട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുളി അനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഒരു പച്ചമുളക് ഇട്ടിട്ട് അതിനെ അരച്ചിട്ട് മാറ്റി വെക്കുക. പിന്നെ നമ്മളെ ബഗിടപ്പയർ വേകുമ്പോക്ക് നമ്മൾ ബസള ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ടാവില്ല. ബസള വേകാൻ കുറെ ടൈം വേണ്ട. ബസള ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നേരത്തെ അരച്ച് വെച്ച അരപ്പ് നോക്കിയിട്ടിടാം. നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അത്ര അനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കുക. പിന്നെ ഇതിന് കടു വറുക്കുന്നില്ലേ, വെള്ളുള്ളിയും കടും പിന്നെ ഒരു 2 മുളക്, ഇടിമുളകിനെ ഇങ്ങനെ ഇട്ടിട്ട് നല്ല അങ്ങനെ കടു വറുത്തിന് വേറെ തന്നെ മണം വരും. പിന്നെ കരിയാമ്പ് ചപ്പല ഞാൻ അതിന്റെ മീത്തൊക്കെ ഇടുന്നത് കടു വറുത്തിട്ടായിട്ട് അതൊരു കരിയുന്ന എണ്ണയിൽ. അങ്ങനെ ഞങ്ങളെ ബസള കറിയുടെ റെഡി ആയി. നല്ല ബസളന്റെ തണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാനിങ്ങനെ ഞം തിന്നുന്നത്. അപ്പൊ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ആക്കി നോക്കാം ഇതേപോലെ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. അപ്പൊ ടാറ്റാ. ഓക്കെ, ഇതാണ് പുള്ളിക്കാർ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത അവസാന റീൽ വീഡിയോ എന്ന് പറയുന്നത്. 6 ദിവസം മുമ്പാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ വീഡിയോ കണ്ടപ്പോഴത്തേനെ നിങ്ങൾക്ക് ആളെ കുറിച്ച് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ കണ്ടത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് അല്ലേ. പക്ഷെ ഇവിടെ പുള്ളിക്കാരുടെ കുക്കിങ്ങിനേക്കാളും നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടു പോകുന്നത് പുള്ളിക്കാരുടെ സംസാര ശൈലിയാണ് അല്ലേ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഈ ഒരു സംസാര ശൈലിയാണ് പുള്ളിക്കാർ ഇത്ര ഫേമസ് ആക്കി മാറ്റിയത്. ഞാൻ ആളെ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. എന്തായിരിക്കും ഈ പറഞ്ഞ ചിന്നു പാപ്പു ജീവൻ എടുക്കാനുള്ള കാരണം? അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ചിന്നു പാപ്പുവിന്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് തൊട്ട് നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. അതായത് ഈ പറഞ്ഞ ചിന്നു പാപ്പു മുമ്പ് ഒരു വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയാണ്. പ്രജ്വൽ എന്നായിരുന്നു പുള്ളിക്കാരുടെ ആദ്യ ഭർത്താവിന്റെ പേര്. പക്ഷെ ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ ചിന്നു പാപ്പു പ്രജ്വലുമായി പിരിഞ്ഞു കേട്ടോ. ഡിവേഴ്സിലുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പ്രജ്വലുമായി പിരിഞ്ഞ ചിന്നു പാപ്പു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വേറെ ഒരാളുമായി പ്രണയത്തിലായിരുന്നു. ആ പ്രണയത്തിലായിരുന്ന കാമുകന്റെ കൂടെ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ പറയുന്ന ചിന്നു പാപ്പു ജീവിച്ചു വന്നിരുന്നത്. 2 പേരും ഒരുമിച്ചൊരു വാടക വീട്ടിലായിരുന്നു താമസം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കാമുകരുമായി ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നതും അതിന് പിന്നാലെ ഈ പറഞ്ഞ ചിന്നു പാപ്പു സ്വയം ജീവൻ എടുക്കുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മറുനാടിൽ വന്ന ന്യൂസ് നമുക്കൊന്ന് കണ്ടോക്കാം. നമസ്കാരം. ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ കാസർഗോഡൻ ഭാഷയുടെ തനിമയുമായി മലയാളി മനസ്സുകളിൽ ഇടം നേടിയ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ ആത്മഹത്യയിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ആസാം നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ ചിന്നുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ ബാക്കിയാകുന്നത് നിരവധി ചോദ്യങ്ങളാണ്. പ്രിയതാരത്തിന്റെ വിയോഗ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ വ്യക്തി ജീവിതത്തിലെ അസ്വാരസ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയാണ്. രേഷ്മയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ആൺ സുഹൃത്തുമായിട്ടുണ്ടായ കടുത്ത കലഹമാണെന്ന സൂചനകളാണ് പോലീസിന് ലഭിക്കുന്നത്. ആദ്യ വിവാഹബന്ധം വേർപെടുത്തുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ആസാം നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ ആൺ സുഹൃത്തിനൊപ്പം രേഷ്മ താമസിച്ചു വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ കടുത്ത തർക്കങ്ങൾ നിലനിന്നിരുന്നതായി അയൽവാസികളിൽ നിന്നും മറ്റും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മരണ ദിവസവും ഇത്തരത്തിൽ മാനസിക വിഷമം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നടന്നതായിട്ടാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ തുടർച്ചയായി ഫോൺ വിളിച്ചിട്ടും എടുക്കാതായതോടെ റൂമിലെത്തി നോക്കിയപ്പോൾ രേഷ്മയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്നാണ് ആൺ സുഹൃത്തിന്റെ വിശദീകരണം. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് സുഹൃത്ത് മറ്റൊരാളോടൊപ്പം ഇവിടെ എത്തിയത്. തൂങ്ങിയ നിലയിൽ കണ്ടതോടെ ഇയാൾ നിലവിളിക്കുകയും ബഹളം വെക്കുകയും ചെയ്തു. ഇതോടെ പരിസരത്തുള്ളവരും എത്തി ചിന്നുവിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് വിവരം. അടുത്തിടയിലായിട്ടാണ് യുവതിക്കൊപ്പം ആൺ സുഹൃത്തും താമസം ആരംഭിച്ചതെന്നാണ് വിവരം. ആൺ സുഹൃത്ത് രാവിലെ ജോലിക്ക് പോയി. ഇടയ്ക്ക് ഫോൺ വിളിച്ചെങ്കിലും
യുവതി ഫോൺ എടുത്തിരുന്നില്ല. ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും എടുക്കാതെ വന്നതോടെയാണ് സുഹൃത്തിനെയും കൂട്ടി ഇയാൾ റൂമിലെത്തിയത്. നിലവിൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണെന്നാണ് വിവരം. രേഷ്മയുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നും വിവരമുണ്ട്. 4 വയസ്സുള്ള മകൻ യുവതിയുടെ പിതാവിന്റെ കൂടെയാണ് താമസിക്കുന്നത്. 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നപ്പോഴും വ്യക്തിജീവിതത്തിൽ രേഷ്മ ഏറെക്കാലമായി ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ആദ്യ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കോടതിയിൽ നടന്നു വരികയായിരുന്നു. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ സജീവമായിരുന്നു ചിന്നു. കാസർഗോഡിന്റെ തനത് ഭാഷയിലൂടെയാണ് രേഷ്മയുടെ വ്ളോഗുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഏതാണ്ട് 2 ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട് ഇവർക്ക്. 6 ദിവസം മുമ്പാണ് അവസാന വീഡിയോ പങ്കുവച്ചത്. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ കാമുകരുമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളാണ് ജീവനെടുക്കുന്നതിലേക്ക് നയിച്ചത് എന്നാണ് പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ടുകൾ. അതുകൂടാതെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വ്യക്തി ജീവിതത്തിൽ വളരെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ചിന്നുപ്പാപ്പു കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നും ഈ ന്യൂസിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ലെ, ഇനി പറഞ്ഞ ചിന്നുപ്പാപ്പുവിന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എടുത്തുചാട്ടക്കാരിയായിരുന്നു ഈ പറഞ്ഞ ചിന്നുപ്പാപ്പു എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഞാൻ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ എടുത്തുചാട്ടം തന്നെയാണ് ചിന്നുവിന്റെ മരണത്തിലേക്ക് നയിച്ചതും. ഇനി ചിന്നുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിന്നുവിന്റെ വിവാഹം നടക്കുന്നത് 19ാമത്തെ വയസ്സിലാണ്. എത്രയാണ്? 19ാമത്തെ വയസ്സിൽ. അന്ന് ചിന്നുവിനെ വിവാഹം ചെയ്യുന്നത് പ്രജ്വൽ എന്ന് പറഞ്ഞൊരു പയ്യനാണ്. ആ സമയത്ത് ആ പയ്യന്റെ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സാണ് കേട്ടോ. ഒരു 19 വയസ്സുകാരി ഒരു 21 വയസ്സുകാരനെ കല്യാണം കഴിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് ഒളിച്ചോട്ടമാണെന്ന് നിങ്ങൾ കരുതണ്ട. ഒരിക്കലും ഇവർ രണ്ടുപേരും ഒളിച്ചോടിയല്ല വിവാഹം കഴിച്ചത്. പിന്നെ എങ്ങനെയാണ്? വീട്ടുകാരുടെ സമ്മതപ്രകാരമാണ് വിവാഹം കഴിക്കുന്നത്? അങ്ങനെയുമല്ല. പിന്നെന്താണ് സംഭവിച്ചത്? 1 വർഷത്തോളം ഈ പറയുന്ന പ്രജ്വലും ചിന്നുപ്പാപ്പുവും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അങ്ങനെ ആ പ്രണയത്തിനൊടുവിൽ ഈ 2 പേരും എന്താക്കി, ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നേരെ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ വിവാഹം ചെയ്തു. എന്നിട്ട് രണ്ടാളും കൂടി നേരെ പ്രജ്വലിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. അമ്മയെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട്. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ തന്നെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നെന്ന് കരുതി അവരെ ഒഴിവാക്കാനൊന്നും പറ്റില്ലല്ലോ. അവരിവരെ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഇതായിരുന്നു ചിന്നുപ്പാപ്പുവിന്റെ മാരേജ് സ്റ്റോറി എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 കൊല്ലം മുന്നേ ചിന്നുപ്പാപ്പുവിന്റെ ഭർത്താവായിട്ടുള്ള പ്രജ്വലും ഒരുമിച്ചിരുന്നു കൊണ്ട് വെറൈറ്റി മീഡിയയിലെ ഒരു ഇന്റർവ്യൂക്കിടെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ആദ്യം ഇവർ തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നതിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ആദ്യം അതൊന്ന് നോക്കാം. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഓന് ഇവളെ കൂട്ടുകാരൻ. പിന്നെ കൂട്ടുകാരൻ. അപ്പൊ ഓന് ഇവളെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടും എപ്പോഴും. അല്ല, ഈ ടിക്ടോക്ക് വീഡിയോ ഇട്ടോണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ടൗണിൽ നിന്നുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. ടൗണിന്ന് കണ്ടതല്ലേ വിറ്റ് ടൗണിന്ന് ഏട്ടന്റെ ശരിക്കും ലോറെ കണ്ടിട്ട് വരുന്നത്. അല്ലല്ല, അത് ശരി, നോട്ട് പോയിന്റ്. വേറൊരാളുടെ ഇതിന് നോക്കരുത്, പക്ഷെ ആൾക്ക് ലവറുണ്ട് എന്നാലും നോക്കാന്ന്. ആള് കണ്ടിട്ട് വരുന്നത്. പക്ഷെ എനിക്ക് ഓന്റെ ഫോണിൽ ഞാൻ ഫോട്ടോ കണ്ടിട്ട് വരുന്നല്ല, കാണാൻ പോകുന്ന ആളെ കാണാൻ പോകുന്ന. അപ്പൊ നിങ്ങൾ കാണാൻ പോവാൻ തന്നെയാണ് റെഡി ചെയ്ത്? ഇല്ല, നമ്മള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ കണ്ടിട്ട് മാത്രം അറിയുന്നത്. നമുക്ക് രണ്ടാക്കും ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഈ പറഞ്ഞ പ്രജ്വൽ നല്ല അസ്ഥില് കോയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇവര് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു കാസർഗോഡ് സ്ലാങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇവരെങ്ങനെയാണ് പരിചയപ്പെട്ടത്, എങ്ങനെയാണ് അടുത്തത് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ആദ്യമായി പറഞ്ഞ പ്രജ്വലി ഈ പറഞ്ഞ ചിന്നുപ്പാപ്പുവിനെ കാണുന്നത് തന്റെ സുഹൃത്തിന്റെ ഒരു വാട്സ്ആപ്പ് സ്റ്റാറ്റസിലൂടെയാണ്. ഇവളുടെ ഏതൊരു സുഹൃത്ത് ഇവളുടെ ഒരു ടിക്ടോക്ക് വീഡിയോ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കി വെച്ചതാണ് സംഭവം. അത് പ്രജ്വലിനെയും കൂടി സുഹൃത്തായിരുന്നു. എന്തായാലും ആ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് കണ്ടപ്പോൾ പ്രജ്വലിന് നേരെ ഇവളോട് ഒരു ക്രഷ് തോന്നി. പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, ആ സുഹൃത്തിനോട് ഇവളെ കുറിച്ച് തിരക്കി. അന്നേരം ആ സുഹൃത്ത് പ്രത്യേകിച്ച് ഇവനോടൊന്നും വിട്ടു പറയാൻ തയ്യാറായില്ല. എന്നാൽ ഈ ചിന്നുപ്പാപ്പുവിനെ സംബന്ധിച്ചിടത്തോളം അതേ സുഹൃത്തിനും തന്നെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ ഈ പറഞ്ഞ പ്രജ്വലിനെയും ഈ പറഞ്ഞ ചിന്നുപ്പാപ്പു കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം കാസർഗോഡ് ടൗണിൽ വെച്ച് രണ്ടാളും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നത്. അന്നേരം പ്രജ്വലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മറ്റൊരു കാമുകിയെ കാണാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു ആശാൻ. അതിനിടയിലാണ് ഈ ചിന്നുപ്പാപ്പുവിനെ കാണുന്നത്. അങ്ങനെ കണ്ട് ഇവര് തമ്മിൽ സംസാരിച്ചു. അതോടെ പ്രജ്വലിന് ചിന്നുപ്പാപ്പുവിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. പിന്നെ നോക്കിയാൽ ആശാൻ ഇപ്പോഴുള്ള ലവറെ ബ്രേക്കപ്പ് ചെയ്ത് നേരെ ചിന്നുവിന്റെ പിന്നാലെ കൂടി. അതിനെക്കുറിച്ച് ഇവര് തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടോക്കാം. ടൈം പാസ്, സീരിയസ് അല്ല. അപ്പോ അങ്ങനെ ഉണ്ടായി. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ അത് ഫ്രണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അജിത്ത് പറഞ്ഞു ഫ്രണ്ട് അല്ല, അത് ലവറാന്ന് പറഞ്ഞു. അതും ലവറായിരുന്നു? അതല്ല, അജിത്ത് എന്റെ ഫ്രണ്ട്. അജിത്ത് ലവറാണെന്ന് എന്റെ. അയ്യോ, അവ ഇവളോട് പറഞ്ഞു അത് എന്റെ ഫ്രണ്ട് അല്ല, ലവറാന്ന് പറഞ്ഞു. ആ കുട്ടി പക്ഷെ ലവർ അല്ലായിരുന്നു, ആണ്. അപ്പൊ മുന്നേ അങ്ങനെ പറഞ്ഞിട്ടായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ട, എന്നോട് പറഞ്ഞില്ല വാക്കുന്നൊന്നും ഞാൻ ഫസ്റ്റ് ഒന്നും പറഞ്ഞിട്ട. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ, ഇയാളാലോ പൊട്ടി. അതില് പൊട്ടി, ഒഴിവായി.
അതെ, അവനായിട്ട് അവളെ ഒഴിവാക്കി. എന്തിനായിരുന്നു? ചിന്നുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇവരെ ആള് കൊള്ളാൻ കേട്ടോ. ഒരുത്തിനെ കെട്ടാൻ വേണ്ടി വേറൊരുത്തിനെ തേക്കാം. വെറുതെ അല്ല ഇവരുടെ വിവാഹ ജീവിതം ഇങ്ങനെ പൊട്ടി പാളിസായി പോയത്. ഇതല്ല ഇവരുടെ മനസ്സിലിരിപ്പ്. എന്തായാലും ഈ രീതിയിൽ ഇവർ തമ്മിലുള്ള പ്രണയമൊക്കെ തുടങ്ങി. അങ്ങനെ ഇവര് കുറച്ചു കാലം നല്ല രീതിയിൽ പ്രണയിച്ചൊക്കെ നടന്നു. ഏകദേശം 1 വർഷത്തോളം ഇവര് പ്രണയിച്ച്. അങ്ങനെ 1 വർഷത്തെ പ്രണയത്തിലൊടുവിലാണ് രണ്ടാളും കൂടി കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാളും നേരെ അങ്ങ് രജിസ്റ്റർ ഓഫീസിലേക്ക് വിട്ടു. വീട്ടുകാർ പോലും അറിയിക്കാതെയാണ് വിട്ടത്. നേരെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്ന്. അതിനെ കുറിച്ച് ഇവർ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കേട്ടോക്കാം. ഞാൻ ചോദിക്കണേ, കല്യാണത്തിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്ര വയസ്സാണ് രണ്ടുപേർക്കും? അനക്ക് 18, ഏട്ടന് 21. അപ്പൊ ഇങ്ങനെ ഇപ്പൊ അല്ല 21 അങ്ങനല്ല, എനിക്ക് 19. അപ്പൊ അനക്ക് 19. അപ്പൊ 21 ആയാ? അപ്പൊ ഞാൻ യു ആർ വെരി വീക്ക് അറ്റ് മാത്തമാറ്റിക്സ്. 2 വയസ്സ് വ്യത്യാസം ഉണ്ട് അല്ലേ? അതന്നെ പറഞ്ഞ 2 വയസ്സ് വ്യത്യാസം ഉണ്ട്. എന്നിട്ട് വീട്ടിലെല്ലാരും ഓക്കെ ആയിരുന്നോ? ഏട്ടന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ ഓക്കെ ആവത്തൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടാ. ഏട്ടൻ പറഞ്ഞിട്ടാ. അതാണ് ഏട്ടന്റെ മണ്ട കൊടുക്കണം. മണ്ടയ്ക്ക് കൊടുക്കണം. പിന്നെ അല്ലാണ്ട് വീട്ടിൽ പറഞ്ഞില്ലേ? അല്ല, വീട്ടില് അച്ഛനെല്ലാം വന്നിന്. അച്ഛന് അച്ഛന്റെ ഫാമിലിയിലും വന്നിന്. അമ്മനോട് പറഞ്ഞിട്ടാ. അയ്യോ, എന്നിട്ട് അമ്മ കല്യാണത്തിന് വന്നില്ലേ? ഇല്ല, പറയാത്തോണ്ട് എങ്ങനെയായിരുന്നേ? അമ്മ അറിഞ്ഞില്ലേ? പറഞ്ഞു. ഇത് ഭയങ്കര സംഭവല്ലേ. പിന്നെ അമ്മ നിങ്ങൾ എത്ര മക്കളാ? 3. ബെസ്റ്റ്. അമ്മ കല്യാണം അറിയുന്നത് ഇവരെ കല്യാണത്തിന് ശേഷമാണ് പോലും. എന്തായാലും വല്ലാത്തൊരു ടൈപ്പ് കല്യാണം തന്നെ. ഇനി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവര് വീട്ടുകാരെ അറിയിക്കാതെ കല്യാണം കഴിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല. ഈ പറയുന്ന പ്രജ്വലിന് തൊട്ട് താഴെ ഒരു അനുജത്തി ഉണ്ട്. ഈ കാസർഗോഡിലെ രീതി കാരണം അനുജത്തി കല്യാണം കഴിച്ചിട്ട് മാത്രമേ ചേട്ടനെ കല്യാണം കഴിപ്പിക്കാൻ പാടുള്ളൂ. പ്രജ്വലിനെ സംബന്ധിച്ചിടത്തോളം അനുജത്തിയുടെ കല്യാണം കഴിയണവരെ കാത്തിരിക്കാനുള്ള ക്ഷമ ഒന്നും ആശാനില്ല. കാരണം പൊര നിറഞ്ഞു നിൽക്കല്ലേ, വയസ്സ് 21 ആയില്ലേ, എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ മതി എന്നായ ആശാനി. പെണ്ണിനാണെങ്കിലോ വയസ്സ് 19, ഷഷ്ടിമൂർത്തി ആവാനുമായി. ഇനി അധികം ഒന്നും കാത്തിരിക്കാൻ പറ്റൂല. പിന്നെ ഒന്നും നോക്കില്ല, രണ്ടാളും കൂടി നേരെ പോയി അങ്ങ് രജിസ്റ്റർ മാരേജ് ചെയ്തു. എന്താ പറയുക ഇതിനൊക്കെ അല്ലേ. പല ടൈപ്പ് വിവാഹങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിവാഹത്തെ കുറിച്ച് കേൾക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ ചിന്നുപാപ്പുവിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരുടെ തീരുമാനങ്ങളെല്ലാം എടുത്തു ചാടിയെടുത്ത തീരുമാനങ്ങളാണ്. ഈ വിവാഹം പോലും അങ്ങനെയാണെന്നുള്ളത് ഇവർ ഇന്റർവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും 2 കൊല്ലത്തോളം ഇവരുടെ വിവാഹ ജീവിതം അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ 2 കൊല്ലം മുന്നേ ഒരു Q&A വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവർ ഈ കാര്യത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. നിങ്ങളുടെ എത്ര ഇയർ ലവ് ആയിരുന്നു? പറഞ്ഞതിന് മുമ്പ് എന്നാലും പറയാ. 1 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലം 1.5 കൊല്ലം പറയാം. മാരേജ് കഴിഞ്ഞിട്ട് എത്ര ആയി? അത് പറഞ്ഞു. 1 കൊല്ലം 1.5 കൊല്ലം പറയാം. നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് പ്ലീസ് കോൺസിഡർ മൈ ക്വസ്റ്റ്യൻസ്. ലൈഫ് ചേഞ്ച് മൊമെന്റ് പറഞ്ഞെങ്കിൽ മുമ്പ് ഭയങ്കര ദാരിദ്ര്യത്തിലുണ്ടായി, ഇപ്പൊ അതിനേക്കാളും ദാരിദ്ര്യത്തിലുണ്ട്. അങ്ങനല്ല, ഏട്ടൻ വന്ന പിന്നെ ഉള്ള ലൈഫ് ചേഞ്ചിങ് എന്ന് പറഞ്ഞെങ്കിൽ അത്രേ ഉള്ളൂ. ഹാപ്പി. ഏട്ടനും അങ്ങനെയൊന്നുമില്ല. ഏട്ടന് ഹാപ്പി അല്ല ഞാൻ വന്ന പിന്നെ. ഏട്ടാ അതെയാ? അങ്ങനെയല്ല, ഞാൻ വെറുതെ പറഞ്ഞ കൈസ്. എനിക്കറിയില്ല ഏട്ടൻ്റെത്. ഏട്ടൻ്റെത് ഏട്ടൻ തന്നെ പറഞ്ഞു. അതല്ല ലൈഫ് ചേഞ്ച് പറഞ്ഞാല് കല്യാണം കഴിഞ്ഞിട്ട് മുമ്പ് ഉണ്ടായത് വേറെ ഒരു സ്റ്റൈലില്, കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഫുള്ള് ചേഞ്ച് ആയി. പഴയ ഫ്രിഡ്ജ് കത്തിട്ട് പോയി, പുതിയ കണ്ട ലൈറ്റ് ഇതാണ്. പിന്നെ രണ്ടാമത് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യവും ആഗ്രഹവും എന്താണ്? ഒരേ ഒരു ആഗ്രഹം, ഒരേ ഒറ്റൊരാഗ്രഹമുള്ളൂ, വീട്. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു വീടും ആ കുടിക്കാനുള്ള വെള്ളവും. അതില്ലാതെ അതാണ് ഏറ്റവും അടിപൊളിയായി ഇങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു ചിന്നുപാപ്പുവിന്റെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വർഷത്തോളം പ്രത്യേകിച്ച് ഇവരുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ പറഞ്ഞ ചിന്നുപാപ്പു പ്രജ്വലിൽ ഭയങ്കര സംതൃപ്തിയായിരുന്നു. എന്നിരുന്നാലും അതിനുശേഷമാണ് പിന്നീട് ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നത്. അങ്ങനെ അത് വളർന്നു വലുതായി 2 പേരും വേർപിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ഇപ്പം കുറച്ച് മാസങ്ങളായിട്ടുള്ള കേട്ട് ഇവർ വേർപിരിഞ്ഞിട്ട് ഡിവേഴ്സിലുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനടുക്കുണ്ടായ മറ്റൊരു കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ പറഞ്ഞ ചിന്നുപാപ്പുവുമായി വേർപിരിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പ്രജ്വൽ എന്താക്കിയെന്ന് വെച്ചാണെങ്കിൽ, കല്യാണം കഴിഞ്ഞ മറ്റൊരു യുവതിയുമായി ആള് പ്രണയത്തിലായി. എന്നിട്ട് അവളുമായി നേരെ അങ്ങ് ഒളിച്ചോടി. വല്ലാത്തൊരു മനുഷ്യൻ തന്നെയല്ലേ. ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഒന്ന് വായിച്ചുതരാം. കാസർഗോഡ് ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ യുവതിയെ കാണാതായതായി പരാതി. കാസർഗോഡ് കറന്തക്ക ഉമാവതിയുടെ മകൾ പ്രീതിക 20-നെയാണ് കാണാതായത്. തിങ്കളാഴ്ച വൈകുന്നേരം 5:30 മണിയോടെ ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അതിനുശേഷം മകൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്ന് മാതാവ് നൽകിയ പരാതിയിൽ പറഞ്ഞു. കാസർഗോഡ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതാണ് ആ ന്യൂസ്. ഈ ന്യൂസിൽ പറയുന്ന പ്രീതിക എന്ന് പറയുന്ന പെൺകുട്ടി ഇറങ്ങിപ്പോയത് പ്രജ്വലിന്റെ കൂടെയാണ്. പക്ഷെ പിന്നീട് അവർ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആവുകയും ചെയ്ത് കേട്ടോ. അത് അങ്ങനെ ഒരു കഥ. ഒരു തരത്തിൽ ഈ പറയുന്ന പ്രജ്വലിന്റെ അവസ്ഥ
ആലോചിക്കുന്ന സമയത്ത് ചിരിയാണ് വരുന്നത്. ഇവനിങ്ങനെ ഓരോ പെണ്ണിൽ നിന്ന് അടുത്ത പെണ്ണിലേക്ക് കൂട് വിട്ട് കൂട് മാറി ഇങ്ങനെ ചേക്കേറിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ഒരുത്തിയെ പ്രണയിച്ചു, എന്നിട്ട് മറ്റൊരുത്തിക്ക് വേണ്ടി അവളെ തേച്ചു, എന്നിട്ട് പുതിയൊരുത്തിയെ കെട്ടി, എന്നിട്ട് കെട്ടിയൊരുത്തിയുമായി കുറച്ചു കാലം വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം അവളെ ഡിവേഴ്സ് ചെയ്ത് വേറെ ഒരുത്തിയുമായി ഒളിച്ചോടി. വല്ലാത്തൊരു ജീവിതം തന്നെ അല്ലേ? പക്ഷെ പ്രജ്വലിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ചിന്നുപാപ്പുവിനെ സംബന്ധിച്ചിടത്തോളം പ്രജ്വലുമായി വേർപിരിഞ്ഞതിന് ശേഷം കുറച്ചു കാലം പുള്ളിക്കാരി ഒറ്റക്കായിരുന്നു കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് പുള്ളിക്കാരി ചെയ്ത ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ പുള്ളിക്കാരി ഇതിനെ കുറിച്ച് ഒരു ഹിന്റ് നൽകുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. വേറെടുക്കല്ലോ ഗൈസ്, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പാലക്കാടേക്ക് പോകുന്നുള്ളത്. അപ്പൊ എല്ലാരും ചോദിച്ചൊരു കാര്യം, ചിന്നുന്റെ ലൈഫ് സ്റ്റോറി പറയുമെന്ന്. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഡാമേജ് ആണ്, പീസിനാണ്, ജോക്കറിപ്പോ, ഹീറോന്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഞാൻ അതായത് സന്തോഷത്തിലുണ്ടെങ്കിൽ സന്തോഷത്തിൽ, ബേജാറിലുണ്ടെങ്കിൽ ബേജാറിൽ, എന്ത് വേണമെങ്കിൽ എടുക്കാം. അതാണ് പുള്ളിക്കാരി ഇപ്പൊ അടിച്ച ഡയലോഗ് നിങ്ങൾ കേട്ടല്ലോ. ഡാമേജ് ആണ് പീസിനാണെന്നാണ്. അതായത് ഞാൻ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണെന്ന് അർത്ഥം. പക്ഷെ അത് പുള്ളിക്കാരി വീഡിയോയിൽ ഒരു സന്തോഷത്തോടുകൂടിയാണ് അവതരിപ്പിക്കുന്നത് അല്ലേ? ഇതായിരുന്നു പുള്ളിക്കാരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഉള്ളിൽ എത്ര സങ്കടം ഉണ്ടെങ്കിലും അത് ഉള്ളിൽ ഒതുക്കി പുറമെ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു പ്രകൃതിക്കാരിയായിരുന്നു പുള്ളിക്കാരി. വീഡിയോകളിലാണെങ്കിലും ഒരിക്കൽ പോലും പുള്ളിക്കാരെ സങ്കടപ്പെട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസ് ആണ് പുള്ളിക്കാരിൻ്റെത്. പൊതുവെ അങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം എന്നാണല്ലോ പറയപ്പെടാറുള്ളത്. പുറമെ ഏറ്റവും കൂടുതൽ സന്തോഷം കാണിക്കുന്നവരായിരിക്കും ഉള്ളിൽ ഏറ്റവും കൂടുതൽ കരയുന്നത് എന്നാണല്ലോ പൊതുവെ ഒരു ചൊല്ല്. ഇവിടെ ചിന്നുവിന്റെ ജീവിതത്തിലും അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പുള്ളിക്കാരുടെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി പുള്ളിക്കാരി ഇങ്ങനെ പുറമെ കളിച്ച് ചിരിച്ച് നടക്കുകയായിരുന്നു. അവസാനം അത് ഉള്ളിലൊതുക്കി ഒരു ദിവസം അങ്ങ് പൊട്ടിത്തെറിച്ച്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. എന്നിരുന്നാലും പ്രജ്വലുമായി വേർപിരിഞ്ഞതിന് പിന്നാലെ കുറച്ചു കാലത്തെ ഏകാന്ത വാസത്തിന് ശേഷം ഈ പറഞ്ഞ ചിന്നു പപ്പു മറ്റൊരുത്തരുമായി പ്രണയത്തിലായി. ഈ പ്രണയത്തിലായിട്ടുള്ള വ്യക്തിയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ലഭ്യമല്ല. എന്നിരുന്നാലും പുതിയ കാമുകരുമായി ഈ പറഞ്ഞ ചിന്നു പപ്പു പ്രണയത്തിലാവുക മാത്രമല്ല, ആള് കൂടെ ഒരുമിച്ച് താമസിക്കാനും തുടങ്ങി. അങ്ങനെ അവർ ഒരുമിച്ചുള്ള താമസവുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പുതിയ കാമുകരുമായി ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നതും അവസാനം ചിന്നു പപ്പു അത് ജീവനെടുക്കുന്നതിലേക്ക് അവസാനിച്ചതും. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ പ്രജ്വല് തന്നെ ഇട്ടേച്ച് പോയതുപോലെ തന്നെ പുതിയ കാമുകരും തന്നെ ഇട്ടേച്ച് പോകുമോ എന്നുള്ളൊരു പേടി നല്ലവണ്ണം ഈ പറഞ്ഞ ചിന്നു പപ്പുവിനെ അലട്ടി കാണണം. ആ പേടിപ്പുറത്തായിരിക്കണം അവൾ കയറി ആത്മഹത്യ ചെയ്തത്. എന്തെന്നാലും മൊത്തത്തിൽ പറഞ്ഞ് ചിന്നു പാപ്പുവിന്റെ ജീവിതം എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തത് എടുത്തുചാട്ടത്തിന്റെ പുറത്താണ് അല്ലേ? എടുത്തുചാടി മറ്റൊരു കാമുകൾ ഒരുത്തനെ കയറി പ്രേമിച്ചു, എന്നിട്ട് 19-ാം വയസ്സിൽ അവനെ കയറി അങ്ങ് കെട്ടുകയും ചെയ്തു, അത് വീട്ടുകാരെ അറിയിക്കാതെ. എന്നിട്ട് 2 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ എന്തോ ചെറിയ അസ്വാരസ്യത്തിന് പുറത്ത് എടുത്തുചാടി അവനങ്ങ് കയറി ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും മറ്റൊരുത്തനുമായി പ്രണയത്തിലായി. അങ്ങനെ പുതിയ കാമുകരുമൊത്തുള്ള ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അവനുമായി എന്തോ ഒരു അസ്വാരസ്യം ഉണ്ടായി. അതിനെ പുറത്ത് എടുത്തുചാടി വീണ്ടും ജീവനെടുക്കുകയും ചെയ്തു. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ചിന്നു പാപ്പു എടുത്തുചാടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത് എടുത്തുചാട്ടത്തിന് പുറത്ത് നമ്മൾ ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാണെങ്കിൽ ഇതുപോലെ ഇരിക്കും കാര്യങ്ങൾ. ജീവിതത്തിൽ നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് നേരിടാൻ നമ്മൾ തയ്യാറാവണം. അല്ലാതെ ഇങ്ങനെ എടുത്തുചാടി ഓരോരോ തീരുമാനങ്ങൾ എടുക്കുകയല്ല വേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് ജീവൻ എടുക്കാൻ തയ്യാറായിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നാളെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഇന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ ജീവിതം നശിച്ച് കുത്തുവാൾ എടുക്കുന്ന സമയത്തായിരിക്കും ഒരു സൗഭാഗ്യം നമ്മൾ തേടിയെത്തുന്നത്. അത് ചിലപ്പോൾ നാളെ ആകാം, മറ്റന്നാളാകാം. ഒരു പക്ഷേ ഈ നാളത്തോടു കൂടി നമ്മുടെ ജീവിതം മാറി മറിഞ്ഞേക്കാം. എന്താണ് നാളേക്ക് നമ്മുടെ ജീവിതം നമുക്ക് കരുതി വെച്ചിട്ടുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അത് ആസ്വദിക്കാൻ പോലും തയ്യാറാവാതെയാണ് നമ്മൾ ജീവൻ കൊടുക്കുന്നത്. അത് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അത് ഇനിയെങ്കിലും എന്റെ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കണം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.